ഹായ് ഹലോ, ഈ കാണുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫേവററ്റ് പാർക്കാണ്. ഇവിടെ ഒരുപാട് പൂച്ചെടികളും മരങ്ങളും കുളവും ഒരുപാട് കുഞ്ഞു കുഞ്ഞു ജീവികൾ മുതൽ വലിയ ജീവികൾ വരെ ഉണ്ട്. ഈ ഒരു പാർക്കിലോട്ട് പോകുമ്പോൾ ഒരു കാട്ടിലൂടെ നടക്കുന്ന ഒരു ഫീലാണ്. എല്ലാ വർഷവും ഈ ഒരു പാർക്കിൽ 3-4 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ പോകാറുണ്ട്. ഇതിപ്പോൾ ഡാനി ജോലി കഴിഞ്ഞിട്ട് നേരെ ഈ പാർക്കിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വൈകുന്നേരമാണ് ഞങ്ങൾ ഈ പാർക്കിലോട്ട് പോയത്. ഡാനി പ്രധാനമായിട്ടും ഈ ഒരു പാർക്കിൽ ഇൻസെക്റ്റിനെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് പൂക്കളുള്ള ഒരു പാർക്കാണ്. അപ്പോൾ ചെറിയ ചെറിയ വണ്ടുകളും കുറേ കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ നമുക്ക് ഈ ഒരു പാർക്കിൽ കാണാൻ പറ്റും. ഞാൻ ഈ ഒരു പാർക്കിൽ പോകുമ്പോൾ പ്രധാനമായിട്ടും അവിടുത്തെ പക്ഷികളും മുയലുകളും പിന്നെ ഒരുപാട് പൂച്ചെടികളുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ആയിരിക്കും എടുക്കുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുൻപ് ഡാനിയുടെ കൂടെ ഈ ഒരു പാർക്കിൽ പോകുമ്പോൾ ഈ ഓരോരോ ഇൻസെക്റ്റിനെ ഞാനും ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ആൾ വന്ന് ഫോട്ടോസ് എടുക്കും. അങ്ങനെ ഡാനിയുടെ കൂടെ കൂടി എനിക്ക് ഒബ്സർവേഷൻ സ്കില്ല് കുറച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബിഹൈൻഡ് ദി സീനാണ് കേട്ടോ. ഒരു തവളക്കുട്ടനെ ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടിലാണ്. കുഞ്ഞു തവളയാണ്. അപ്പോൾ ഇലകൾക്കുള്ളിലോട്ട് പോകുമ്പോൾ കറക്റ്റായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇലകളൊന്നും ഇല്ലാത്ത സ്ഥലത്തോട്ട് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോവാണ്. ലാസ്റ്റ് ആൾക്ക് വേണ്ട ഷോട്ട് ആൾക്ക് കിട്ടി. ഫോട്ടോസും വീഡിയോസും കറക്റ്റായിട്ടുള്ള രീതിയിൽ എങ്ങനെ എടുക്കണമെന്നൊക്കെ ആളാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ ആൾ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന രീതിയൊക്കെ ഞാൻ കണ്ടു പഠിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു പക്ഷിയുടെ പേര് കാനഡ ഗീസ് എന്നാണ്. നമ്മുടെ നാട്ടിൽ കാക്കകൾ ധാരാളമായുള്ളതുപോലെ കാനഡയിൽ ഈ ഒരു പക്ഷിയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഈ ഒരു പാർക്ക് ഫേവറേറ്റ് ആവാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. സമ്മർ ടൈമിൽ ഈ പാർക്കിൽ പോയാൽ ഈ പക്ഷികളെ കാണാം. കൂടെ തന്നെ ഈ പക്ഷികളുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഈ പക്ഷികളുടെ കുഞ്ഞുങ്ങളെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു പാർക്കിൽ വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൽ ഇറങ്ങി നീന്തി കളിക്കാനാണ് ഈ കാനഡ ഗീസിന് കൂടുതൽ ഇഷ്ടം. ഈ ഒരു കുളത്തിൽ ഒരുപാട് ഗോൾഡ് ഫിഷ് ഉണ്ട്. അപ്പോൾ ഈ മീനിനെ പിടിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് വെറൈറ്റി പക്ഷികളെയും നമുക്ക് അവിടെ കാണാൻ പറ്റും.